ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു 6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 2 കോഴിയെ വാങ്ങിച്ചിട്ടുണ്ട്. വലുതായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു 4 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉണങ്ങിയ നാരങ്ങ, ജീരകം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു. ആദ്യം ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ കുക്കറിലോട്ട് ഇടുകയാണ്. നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഈ ചിക്കന് ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാതെ, മഞ്ഞൾപ്പൊടി നോക്കി കുറച്ച്, ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മതി കേട്ടോ, എരിവില്ലാത്തതാണ്. കുറച്ച് ക്യാപ്സിക്കനോടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണേ. നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ സൺഫ്ലവർ ഓയിലിൻ്റെ അകത്ത് ഉള്ളി ഒന്ന് വരട്ടാൻ പോവുകയാണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കി എടുക്കണേ. പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ടിട്ടൊന്ന് വരട്ടിയെടുക്കാൻ പോവുകയാണ്. ഉള്ളി നല്ലപോലെ ഒരു ചുമല കളറാകുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കണേ. നമ്മുടെ ഉള്ളി നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരച്ച് വെച്ചിട്ടില്ലേ, അത് അതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് നമുക്കൊരു 2 മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് ഓപ്ഷനല്ല കേട്ടോ, ആവശ്യമുള്ളവർ ചേർത്താൽ മതിയേ. ഇതിലേക്ക് നമുക്ക് കപ്സയുടെ മസാലയുണ്ട്, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കേട്ടോ. നമ്മുടെ ചിക്കൻ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുകയാണ്. നമ്മുടെ മസാല അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെന്തിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇടുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഇതിലേക്ക് നമുക്ക് 9 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. കാരണം നമ്മൾ 6 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കണക്ക്. കാരണം നമ്മൾ അരി കുതിർത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 9 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു ഉണങ്ങിയ 3 നാരങ്ങയും കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നേക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ബസുമതി അരിയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ആ അരി അതിലേക്ക് ചേർക്കുകയാണ്. അതിൽ ചേർത്തതിന് ശേഷം നമുക്കൊരു 15-20 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ല മണമുണ്ട്. നമുക്ക് കുറച്ച് എടുക്കാം. ഇത് നമ്മുടെ ജാഫർ സ്പെഷ്യൽ കപ്സ പീസ്. നല്ല മണമുണ്ടല്ലേ. കുറച്ച് കഴിച്ചു നോക്കട്ടെ. ചിക്കനൊക്കെ നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാമുള്ള അടിപൊളി. അപ്പം നമുക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അടിപൊളി സാധനം കപ്സ.